വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളുടെ കൂട്ടായ്മ വീണ്ടും സ്കൂൾ ഡയറക്ടർ ബോർഡിന് നിവേദനം നൽകിയിരിക്കുകയാണ്. സ്കൂളിലെ പഠന നിലവാരം ഉയർത്തുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ നിവേദനം. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് ഡയറക്ടർ ബോർഡ് ഉറപ്പു നൽകിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് സ്കൂൾ ഡയറക്ടർ ബോർഡ് മുൻപ് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതിനാലാണ് വീണ്ടും നിവേദനം നൽകിയത്. വിദ്യാഭ്യാസ നിലവാരം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയായിരുന്നു പ്രധാന ആവശ്യം. അധ്യാപകരില്ലാത്തതും അനിയന്ത്രിതമായ സ്വകാര്യ ട്യൂഷനും പഠന നിലവാരത്തെ ബാധിക്കുന്നതായി നിവേദനത്തിൽ പറയുന്നുണ്ട്. സ്കൂളിലെ ഇൻഷുറൻസ് പോളിസി നൽകിയതിനെക്കുറിച്ചും ആക്ഷേപമുണ്ട്. സ്കൂൾ ഓപ്പൺ ഫോറം ഉടൻ വിളിച്ചു ചേർക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലെ സുതാര്യതയിൽ വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമാക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്ന് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അവിടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് ഉണ്ടായത്. അവർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ചെന്നത്. രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയായിട്ട് ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന്റെ ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. രക്ഷിതാക്കളുമായി സംസാരിച്ച ബോർഡ് ചെയർമാൻ ശിവകുമാർ മാണിക്യവും അംഗങ്ങളും സ്കൂൾ പേരന്റ്സ് ഫോറം ഈ മാസം തന്നെ വിളിച്ചു ചേർക്കാമെന്ന് ഉറപ്പു നൽകി. മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യും. ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് രക്ഷിതാക്കളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ KV വിജയൻ, ദിനേശ് ബാബു, സുഗതൻ, സന്ദീപ്, മിഥുൻ, അരുൺ തുടങ്ങിയവർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.